ഗവർണറുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ധാരണ. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷ സിആർപിഎഫിന് തന്നെ. ഗവർണറുടെ യാത്രയിലും രാജ്ഭവന്റെ ഉള്ളിലും സിആർപിഎഫ് സുരക്ഷ ഒരുക്കും. അതേസമയം ഗവർണറുടെ റൂട്ട് നിശ്ചയിക്കുന്നതിലും മറ്റ് സുരക്ഷാ നടപടികളും പോലീസ് ആകും നിശ്ചയിക്കുക. ഇന്ന് രാജ്ഭവനിൽ നടത്തിയ സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ധാരണയായത്. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നതിനായി. പ്രശാന്ത്, ഗവർണറുടെ സുരക്ഷ സിആർപിഎഫ് ഏറ്റെടുത്തതിന് പിന്നാലെ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് സുരക്ഷ തുടരണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണോ ഇന്നിപ്പോൾ സുരക്ഷ സംബന്ധിച്ച പ്രത്യേക യോഗം ചേരുകയും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്? വിഷ്ണു ശർമ്മ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അതായത് ഗവർണറുടെ സുരക്ഷ സിആർപിഎഫ് ഏറ്റെടുത്തതിനു ശേഷം ആണ് ഒരു ആശങ്ക ഈ സംസ്ഥാന സർക്കാരിലൂടെ പോലീസിൽ ഉടലെടുക്കുന്നത്. അതായത് സിആർപിഎഫ് സുരക്ഷ ഏറ്റെടുക്കുമ്പോൾ പിന്നീട് ഈ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണം ഏത് രീതിയിലായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് വഴിവെക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് രാജ്ഭവനിൽ ചർച്ച ആരംഭിച്ചിരുന്നു. ആ ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അത് സിആർപിഎഫ് തന്നെയായിരിക്കും ഗവർണറുടെ യാത്രയും മറ്റു കാര്യങ്ങളിലും എല്ലാം സുരക്ഷ ഒരുക്കുക. അതായത് മുന്നിലും പിന്നിലും അകമ്പടി വാഹനങ്ങളിലെല്ലാം സിആർപിഎഫ് ഉദ്യോഗസ്ഥരായിരിക്കും. മുന്നിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും ഉണ്ടായിരിക്കും. അതായത് ഗവർണർ സഞ്ചരിക്കുന്ന വാഹനത്തിന് മുന്നിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും ഉണ്ടായിരിക്കും. മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ സിആർപിഎഫിന്റെ തന്നെ മുന്നിലും പിന്നിലും വാഹനങ്ങൾ ഒരുക്കും. എന്നാൽ അതുപോലെ തന്നെ രാജ്ഭവനകത്തും സുരക്ഷ ഒരുക്കുന്നത് സിആർപിഎഫിന്റെ ഉദ്യോഗസ്ഥരായിരിക്കും. ഇത്തരത്തിലാണ് ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ രാജ്ഭവന് മുന്നിലെ സുരക്ഷ ഒരുക്കുന്നത് പോലീസായിരിക്കും. മാത്രമല്ല ഈ റൂട്ട് മാപ്പ് അടക്കം തീരുമാനിക്കുന്നതിലും പോലീസ്, അതായത് യാത്രയുടെ റൂട്ട് മാപ്പ് തീരുമാനിക്കുന്നത് പോലീസ് തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പൂർണ്ണമായ സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിആർപിഎഫിന്റെ കയ്യിൽ തന്നെയായിരിക്കും. അതായത് യാത്ര ഉടനീളം ഈ സമരങ്ങളടക്കം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനെല്ലാം ഈ സിആർപിഎഫ് തന്നെയായിരിക്കും മുന്നോട്ട് വരിക. മറ്റ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതായത് ഈ Z+ കാറ്റഗറിയിലേക്ക് എത്തിയതോടെ ഈ അകമ്പടി വാഹനങ്ങളുടെ എണ്ണവും കൂടുതലായി ഉണ്ടാകും. സുരക്ഷ പൂർണ്ണമായും സിആർപിഎഫ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ യാത്രയിലടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സിആർപിഎഫ് ഇടപെടുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഒരു യോഗം ചേർന്നിരുന്നു. ഈ ഉന്നതതല യോഗമായിരുന്നു ഇന്ന് രാജ്ഭവനിൽ ചേർന്നത്. അതിലാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു അന്തിമമായ ഒരു ഉത്തരവല്ല എന്നും പറയുന്നുണ്ട്. അതായത് ഈ തുടർ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ വീണ്ടും ഉണ്ടാകും. അതിൽ കൂടുതൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും. ഇപ്പോൾ നിലവിലെ ഇപ്പോൾ ചേർന്ന യോഗത്തിലാണ് ഒരു ഒത്തുതീർപ്പ് എന്ന രീതിയിൽ പറയാമെങ്കിൽ ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസും സിആർപിഎഫും തമ്മിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്ഭവന് അകത്തുള്ള സുരക്ഷ ഒരുക്കുന്നത് സിആർപിഎഫ് ആകും. അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഗവർണറുടെ സുരക്ഷ നിയന്ത്രിക്കുന്നത് അടക്കം സിആർപിഎഫ് തന്നെയായിരിക്കും. എത്ര ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും എന്നതടുത്ത എല്ലാം പിന്നീട് തീരുമാനിക്കുകയുള്ളൂ. ഈ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം മാത്രമാണ് ഇപ്പോൾ പരിഹരിച്ചത്. ബാക്കിയുള്ള വീണ്ടും അതിൻ്റെതായ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തുടർന്ന് ഈ സിആർപിഎഫും പോലീസുമായി ചേർന്ന് അത് തീരുമാനമെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ ഈ വിധമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പോലീസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതിലൊരു അഭിമാന പ്രശ്നമായി ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം ഈ ഗവർണർക്കുണ്ടായ ഈ കൊല്ലത്ത് വെച്ചുണ്ടായ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു ആക്രമണം അത് ദേശവ്യാപകമായി പ്രചരിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഗവർണർക്ക് സിആർപിഎഫിന്റെ ഒരു സുരക്ഷ ഒരുക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന് വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. ഗവർണർക്ക് സുരക്ഷയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്നതടക്കമുള്ള വ്യാപക പ്രചാരണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അത്തരത്തിൽ ആ ഒരു പ്രചാരണം ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സർക്കാരിനെ വളരെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഗവർണറുടെ സുരക്ഷ പിൻവലിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ സുരക്ഷ എങ്ങനെയായിരിക്കും സിആർപിഎഫുമായി വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും സുരക്ഷ ഒരുക്കേണ്ടതെന്ന് അതിനുള്ള ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. അതിനാണ് പിന്നീട് ഇന്ന് ഒരു യോഗം ചേർന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു, ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാർ കൈമാറുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ഉന്നതതല യോഗം നടക്കുന്നത്. ആ യോഗത്തിലാണ് ഈ യാത്രയിലടക്കമുണ്ടായിരിക്കുന്ന സിആർപിഎഫ് അതും പോലീസും തമ്മിലുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. ഗവർണറുടെ യാത്രയിൽ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും ഈ യാത്രയോടുടനീളം നിയന്ത്രിക്കുന്നത് സിആർപിഎഫ് ആവും. മറ്റ് രാജ്ഭവന്റെ നിയന്ത്രണവും സിആർപിഎഫിന്റെ കയ്യിലേക്ക് വരികയും ചെയ്യും. എന്നാൽ രാജ്ഭവന്റെ മുന്നിൽ പ്രവേശന കവാടം അടക്കമുള്ളവ നിയന്ത്രിക്കുക പോലീസായിരിക്കും.
യെസ്, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് ദേശീയ തലത്തിൽ തന്നെ വലിയ ഒരു നാണക്കേടാകുന്ന സ്ഥിതിയിലേക്കാണ് ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ നീങ്ങിയത്. ഈ സുരക്ഷ Z+ കാറ്റഗറിയാക്കി കേന്ദ്രസേന ഏറ്റെടുത്തതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന് എതിരെ വ്യാപകമായ പ്രചരണം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കേരളത്തിൽ ഗവർണർ സുരക്ഷിതനല്ല എന്ന രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ പ്രചരണം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് പൂർണ്ണമായി നാണക്കേടായ ഒരു സ്ഥിതി തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്? തീർച്ചയായും ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സർക്കാരിന് നാണക്കേടായ സ്ഥിതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് വളരെയേറെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഒരു ഇടതുപക്ഷ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ആക്രമണത്തിൽ ഗവർണർക്ക് റോഡിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്, അതും മണിക്കൂറുകളോളം ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഗവർണർക്ക് തന്നെ സംസ്ഥാനത്തെ ഭരണത്തലവന് തന്നെ പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ഇത്തരം സാഹചര്യം ഉണ്ടായത് സംസ്ഥാന സർക്കാരിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്, നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദേശവ്യാപകമായി ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതേ തുടർന്നാണ് അതേ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുക്കുകയും ഗവർണർക്ക് സുരക്ഷ ഒരുക്കുവാൻ CRPFന്റെ Z+ കാറ്റഗറി സുരക്ഷ ഒരുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ സംസ്ഥാന സർക്കാരിന്, അതായത് പിണറായി സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കിയത്. അത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം അതിനെ ന്യായീകരിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. മാത്രമല്ല വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായ SFIയുടെ നേതാവായ PM മാർഷോ അടക്കം പറഞ്ഞിരുന്നു, ഈ Z+ കാറ്റഗറി ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ CRPF സുരക്ഷാ ചുമതല ഏറ്റെടുത്താൽ പോലും ഗവർണർക്ക് നേരെ പ്രതിഷേധങ്ങൾ നടത്തും എന്നടക്കം വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രകോപനപരമായി ഒരു വശത്ത് ഈ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ പ്രകോപനപരമായൊരു രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ആ സമയത്താണ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിലാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഒരുക്കങ്ങൾ ഈ രാജ്ഭവനിൽ നടക്കുന്നത്. ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് CRPF മുന്നോട്ട് വരുന്നത്. ഈ പൂർണ്ണമായും CRPF ഈ ചുമതലയിലേക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ സർക്കാരിന് തന്നെ നാണക്കേടാകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സുരക്ഷ പിൻവലിക്കില്ല എന്ന് അന്ന് തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം കൊടുത്തത്. അതായത് ഗവർണറുടെ സുരക്ഷ, ഇപ്പോൾ നൽകി വരുന്ന സുരക്ഷ, സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന സുരക്ഷ, അത് വെട്ടിച്ചുരുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിൻവലിക്കേണ്ട ആവശ്യമില്ല, അത് തുടരാം എന്ന് തന്നെ ആഭ്യന്തര വകുപ്പ് ഒരു പോലീസ് മേധാവിക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. ആ നിർദ്ദേശം കൊടുത്തത് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഈ തരത്തിലൊരു നാണക്കേട് ഒഴിവാക്കാനും ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണെന്നുള്ള ഉറപ്പുവരുത്തിക്കൊണ്ട് അത് മുന്നോട്ട് വയ്ക്കുവാൻ വേണ്ടി ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉടലെടുക്കുന്നത്. ആ ആശയക്കുഴപ്പത്തിനാണ് ഇന്നത്തെ ചർച്ചയിലൂടെ പരിഹാരമായിരിക്കുന്നത്. എന്നിരുന്നാലും ശരി, ഈ ഒരു ചർച്ച നടന്നെങ്കിൽ പോലും, പോലീസുമായി അല്ലെങ്കിൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നെങ്കിൽ പോലും അതിൽ പൂർണ്ണമായും ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണമായും സുരക്ഷ ഒരുക്കുന്നത് CRPF തന്നെയായിരിക്കും. ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച, ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഈ രാജ്ഭവന്റെ മുൻനിര സുരക്ഷയുടെ കാര്യമാണ്. അതുപോലെ തന്നെ റൂട്ട് മാപ്പ് നിശ്ചയിക്കുന്നതുമാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പറയേണ്ടത്, അതായത് ഈ യാത്രയിൽ ഈ പ്രതിഷേധ പ്രകടനം ഉണ്ടാകുമ്പോൾ അതിൽ കേസെടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷയിൽ പിൻവലിക്കില്ല എന്ന് സംസ്ഥാന സർക്കാരും അറിയിക്കുന്നത്. എന്തായാലും ഈ ഗവർണർ ഇന്നേക്ക് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ്, തലസ്ഥാന നഗരിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ അതിനുശേഷമായിരിക്കും ഈ സുരക്ഷാ ചുമതലയിലേക്ക് ഉദ്യോഗസ്ഥർ പ്രവേശിക്കുക. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥരും എത്തുവാനുള്ള സാഹചര്യമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്ന ഉടനെ തന്നെ CRPFന്റെ ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ എത്തുകയും സുരക്ഷാ ചുമതല ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇതുമായി സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന പോലീസ് മേധാവിക്കും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. അതിനുശേഷമാണ് പൂർണ്ണമായും ഇപ്പോൾ സുരക്ഷയിലേക്ക് CRPFന്റെ നിയന്ത്രണത്തിലേക്കാണ് വന്നിരിക്കുന്നത്. പൂർണ്ണ സുരക്ഷയായിരിക്കും, അതായത് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളടക്കമുള്ള ഒരു പൂർണ്ണ സുരക്ഷയായിരിക്കും ഗവർണർക്ക് ഒരുക്കുക. പോലീസിന്റെ പൂർണ്ണമായ ഒരു നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് CRPFന്റെ ഒരു പൂർണ്ണ നിയന്ത്രണം ഇതിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് CRPFന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഏറ്റെടുക്കുകയും ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളടക്കം കൊണ്ടുവന്നുകൊണ്ടൊരു പൂർണ്ണ രീതിയിലുള്ള CRPFന്റെ ഒരു Z+ കാറ്റഗറി സുരക്ഷയിലായിരിക്കും ഇനി ഗവർണർ യാത്ര ചെയ്യുക, സഞ്ചരിക്കുക. ഈ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനത്തോടു കൂടിയായിരിക്കും ഈ യാത്ര എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗവർണർ കൂടി തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികരണങ്ങളും ഉണ്ടാകും. എന്തായാലും സുരക്ഷ പൂർണ്ണമായും CRPFന്റെ ചുമതലയിലേക്ക് വന്നിരിക്കുകയാണ്. CRPF ഏറ്റെടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് ചേർന്ന ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഗവർണറുടെ സുരക്ഷ പൂർണ്ണമായും CRPF തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ രാജ്ഭവന്റെ സുരക്ഷയും ഉണ്ടായിരിക്കും. എന്നാൽ പ്രവേശന കടപാടം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസും സുരക്ഷയൊരുക്കും. യാത്രാ സംബന്ധമായ വിവരങ്ങളിൽ യാത്രാ റൂട്ട് മാപ്പ് അടക്കം നിശ്ചയിക്കുന്നതിലും സംയുക്തമായി പോലീസും CRPFും ചേർന്ന് നിശ്ചയിക്കും ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു.